വിമാനയാത്ര ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് മൈലേജ് അലവൻസായി സാധാരണ വിമാനയാത്ര ടിക്കറ്റ് നിരക്കിന്റെ തുകയും ആ തുകയുടെ 1/5 തുകയും ചേർന്ന് വരുന്ന ആകെ തുകയാണ് മൈലേജ് അലവൻസായി ലഭിക്കുന്നത്. ഇത് മിനിമം 1 DA ലഭിക്കും. പരമാവധി 5 DA ആയി ക്രമീകരിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും ഒരു ഗ്രേഡ് 1 ഉദ്യോഗസ്ഥൻ ഡൽഹിയിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിനായി വിമാനത്തിൽ യാത്ര ചെയ്താൽ അയാൾക്ക് ലഭിക്കുന്ന മൈലേജ് അലവൻസ് എത്ര? സാധാരണ വിമാന ടിക്കറ്റ് നിരക്ക് 15,000 രൂപ എന്നിരിക്കട്ടെ. അപ്പോൾ ഇൻസിഡന്റൽ എക്സ്പെൻസ് എന്നാൽ 15,000 ഭാഗം 5 അഥവാ 3,000 രൂപ. എന്നാൽ ഇൻസിഡന്റൽ എക്സ്പെൻസ് പരമാവധി 5 DAയിൽ കവിയാൻ പാടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡ് 1 ഉദ്യോഗസ്ഥന് കേരളത്തിന് പുറത്ത് ലഭിക്കുന്ന DA നിരക്ക് 550 രൂപ എന്നിരിക്കട്ടെ. അപ്പോൾ 550 രൂപ ഗുണം 5 സമം 2,750 രൂപ. പരിമിതപ്പെടുത്തി നൽകുന്ന തുക 2,750 രൂപ. ഈ ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന ആകെ മൈലേജ് അലവൻസ് എന്നത് 15,000 പ്ലസ് 2,750 രൂപ ഈക്വൽ ടു 14,750 രൂപ. റെയിൽവേ ടിക്കറ്റിന്മേലുള്ള റിസർവേഷൻ ചാർജ് ടിക്കറ്റ് ചാർജിനോടുകൂടി ലഭിക്കുന്നതാണ്. അതായത് റെയിൽവേ ടിക്കറ്റ് 350 രൂപയും ടിക്കറ്റ് റിസർവേഷൻ ചാർജ് 10 രൂപയുമാണെങ്കിൽ ഇത് രണ്ടും ചേർന്ന തുകയായ 360 രൂപ ലഭിക്കും. ഒരിക്കൽ ബുക്ക് ചെയ്ത് ടിക്കറ്റ് വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം യാത്ര ക്യാൻസൽ ചെയ്യുമ്പോൾ ക്യാൻസലേഷൻ ചാർജ് ലഭിക്കും. എപ്പോഴും റെയിൽവേ വഴിയുള്ള യാത്രയ്ക്കാണ് മുൻഗണന. എന്നാൽ ട്രെയിൻ ഗതാഗതം ഇല്ലാത്ത സ്ഥലത്തേക്കാണ് യാത്രയെങ്കിൽ റോഡ് മാർഗമുള്ള യാത്രാ നിരക്ക് ലഭിക്കുന്നതാണ്. റോഡ് മാർഗമുള്ള യാത്രയ്ക്ക് ഇൻസിഡന്റൽ എക്സ്പെൻസ് പ്ലസ് ഫെയർ എന്ന നിരക്കിലോ അല്ലെങ്കിൽ ഓരോ കിലോമീറ്ററിന് 2.5 രൂപ എന്ന ശരാശരി നിരക്കിലോ ഉള്ള മൈലേജ് അലവൻസ് ഇവയിൽ ഏതാണോ കൂടുതൽ അത് വാങ്ങാം. എന്നിരുന്നാലും ഇൻസിഡന്റൽ എക്സ്പെൻസ് കിലോമീറ്ററിന് 2.5 രൂപ നിരക്കിൽ വാങ്ങുകയാണെങ്കിൽ മിനിമം ഹാഫ് DA നൽകണം എന്ന നിയമം ബാധകമല്ല. ഗ്രേഡ് 1, ഗ്രേഡ് 2 എന്നീ വിഭാഗങ്ങളിലെ ജീവനക്കാർക്ക് എക്സ്പ്രസ് ബസ് നിരക്കും ഗ്രേഡ് 3, ഗ്രേഡ് 4 എന്നീ വിഭാഗങ്ങളിലെ ജീവനക്കാർക്ക് ഫാസ്റ്റ് പാസഞ്ചർ നിരക്കിലും യാത്ര ചെയ്യാവുന്നതാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനുമതിയോടെ ഗ്രേഡ് 3, ഗ്രേഡ് 4 വിഭാഗം ജീവനക്കാർക്ക് എക്സ്പ്രസ് ബസ്സിൽ യാത്ര ചെയ്യാവുന്നതാണ്. വിമാനയാത്രയ്ക്ക് അർഹതയില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ വിമാനത്തിൽ യാത്ര ചെയ്താൽ ട്രെയിൻ മാർഗം യാത്ര ചെയ്താൽ ലഭിക്കുമായിരുന്ന യാത്രാ നിരക്ക് മാത്രം നൽകാവുന്നതാണ്.